അതെ, ഈ വർഷത്തെ നമ്മുടെ ചക്ക സീസൺ കഴിയാറായിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത വർഷത്തിന് വേണ്ടി കുറച്ച്, അടുത്ത വർഷത്തേന്നല്ല, അടുത്ത വർഷം വരെ ഉള്ള സമയത്തിന് കുറച്ച് സേവ് ചെയ്ത് വെച്ചാലോ. അപ്പം എനിക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. സാമാന്യം വലിപ്പമുള്ളൊരു ചക്കയായിരുന്നു കേട്ടോ. അരിഞ്ഞൊക്കെ എടുത്തു വന്നപ്പം കുറച്ചേ ഉള്ളൂ. അപ്പം നമുക്കിത് അടുത്ത വർഷത്തേന് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പം പലർക്കും പല രീതിയിൽ സ്റ്റോർ ചെയ്യുന്നവരുണ്ട്. ഇപ്പോഴൊക്കെ ഫ്രിഡ്ജൊക്കെ ഉള്ളത് കൊണ്ട് ഫ്രീസ് ചെയ്തൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുന്നേ തന്നെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തെന്ന് വെക്കാം. അപ്പം ഇത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചിലരിത് കൊത്തി അരിഞ്ഞോ അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചോ ഒക്കെ വെക്കുന്നുണ്ട്. അപ്പം എനിക്ക് അത്ര മെനക്കെടാൻ ഉള്ള മൈൻഡ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ. കാരണം ഇത് ഒന്ന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാൻ വേകുന്ന സമയത്ത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചക്കയെല്ലാം വൃത്തിയാക്കി അരിഞ്ഞു വന്നപ്പോൾ ഒരു 2-2.5 കിലോ ഉണ്ട് ചക്കച്ചോള. അപ്പം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ശർക്കര, ഇത് ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് മുകളിലുണ്ട് കേട്ടോ. 3/4 കിലോ എടുത്തുണ്ട്. അപ്പം അത് ഞാനൊന്ന് കുറച്ച് വെള്ളം വെച്ച് ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം വെച്ചെന്നാന്ന് വെച്ചാൽ എനിക്ക് അരിക്കാനുള്ള സൗകര്യത്തിനാണ് ഞാൻ വെള്ളം വെച്ചത്. കാരണം അരിപ്പ സൗകര്യം കൂടെ നോക്കണമല്ലോ. അപ്പം ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വെള്ളം ചേർത്ത് വേഗം വെച്ചിരുന്ന ചക്ക നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ശർക്കരയും കൂടെ ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം ഇങ്ങനെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചക്ക നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം മാത്രമേ ശർക്കര പാനി ചേർക്കാവുള്ളേ. അല്ലെങ്കിൽ ശർക്കരയും കൂടെ ചേർക്കുമ്പോഴത്തേനും ചക്ക അങ്ങ് കല്ലിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് വെന്തുടയണമെന്നില്ല. അപ്പം നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം ആ വെള്ളം പറ്റിയതിന് ഒത്തിരി വെള്ളം വെക്കണ്ട കേട്ടോ. ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം വെച്ചാൽ മതി. അപ്പം അതിനുശേഷം ഈ ശർക്കരപ്പാനിയും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കേണ്ട. നന്നായിട്ട് കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. ശർക്കരയും ചക്കയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ചിലർ അതിനകത്ത് ഏലക്കായോ അതുപോലെ തന്നെ നെയ്യുമൊക്കെ ചേർക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. കാരണം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ആ സമയത്തിന് ചിലപ്പോൾ ഏലക്കായുടെ ടേസ്റ്റ് വേണ്ടാത്ത കാര്യങ്ങൾക്കാണെങ്കിൽ അത് പിന്നെ നമുക്ക് പണിയാവും. അപ്പം ഇത് പ്ലെയിൻ ശർക്കര ഏലക്കായും മാത്രം, ശർക്കരയും ചക്കയും മാത്രമുള്ള ആ ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് ഇടയ്ക്ക് ചുമ്മാ കഴിക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പം ഇതിനകത്ത് വലിയ കഷ്ണങ്ങളായിട്ട് ചക്കയില്ല, എല്ലാം തന്നെ ഒരുവിധം വെന്തുടഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ കഴിയുമ്പം നന്നായിട്ട് പറ്റി കഴിയുമ്പോൾ ഒരൊറ്റ കട്ടയായിട്ടിരിക്കും. ഇത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഒരു കൊതി തോന്നുന്ന സമയത്ത് ഒരു കുമ്പളൊക്കെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അടയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അന്നേരം ഉണ്ടാകുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദാ ഫുൾ വെള്ളമെല്ലാം പറ്റി കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഈ പരുവത്തിൽ ഞാൻ ഈ ഉരുളി തീ കുറച്ച് താത്തു വെക്കുക. തീ കുറച്ചല്ല, താത്തു വെക്കുവാണ്. എന്നാന്ന് വെച്ചാൽ ഇത്രയും മതി. ഇനി ആ ഉരുളിയുടെ ചൂടിൽ ഇരുന്ന് കുറച്ച് നന്നായിട്ടത് മുറുകും. അതാണ് പാവം. ഉണ്ടോ, മൊത്തം വീട്ടിൽ ഇപ്പം വേറെ വേറെ വരത്തില്ല, ഒറ്റ കഷ്ണമായിട്ടാണ് വരുന്നത്. ഇതിന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പാത്രത്തിന് തവിക്ക് ഇളക്കിയാൽ പോലും ഇങ്ങനെ ഇളകാൻ ഭയങ്കര പാടായി തോന്നും. അതുപോലെ ഹാർഡായി വരും. ഇത്ര കാലം വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പം ഇതുവരെയും ചക്ക തീർന്നിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. പക്ഷെ കാണുന്ന പോലെ അത്ര ഈസി അല്ല. ഇത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സ്. ആ വെള്ളവും ഇപ്പം ശർക്കരയിലെ വെള്ളവും ചക്കയിലെ വെള്ളവും കൂടെ ഒഴിവാക്കുവാണെങ്കിൽ ഈ പറയുന്ന പോലെ എളുപ്പമാവും.